ഹലോ എവ്രി വൺ. അപ്പം ഇന്ന് നമ്മൾ ഞാൻ വേറെ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള രാജസ്ഥാനിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്. അതിൻ്റെ പേര് ഹൽദിറാം എന്നാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഫുഡ് മെനു, അതിൻ്റെ പ്രൈസ്, അതിൻ്റെ കുറച്ച് ടേസ്റ്റിങ്സൊക്കെ നടത്തിയിട്ട് വരാം. നമ്മൾ ഏകദേശം അതിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിവിടുത്തെ പണ്ടത്തെ ഒരു മോളാണ്. ഇപ്പോഴത്തെ മോളുകൾ കുറച്ചുകൂടെ ഹൈടെക് ആക്കിയിട്ടുണ്ട്. ഇതിവിടുത്തെ പണ്ടത്തെ മോളാണ്. ഇതാണ് അപ്പോൾ അതിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഹൽദിറാം. നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ സ്നാക്സും അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കാണുന്നത്. ഇവിടെ റെഡിമെയ്ഡ് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രോസൺ ഐറ്റംസൊക്കെ ഉണ്ട്. മസാല, ലാച്ച പറാത്ത, ആലു കുൽച്ച, പിന്നെ ഗ്ലൂട്ടൻ ഫ്രീ ചപ്പാത്തി. ഇതൊക്കെ അവർക്കൊക്കെ വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന പോലെ അവർ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്നാക്സ് ഏരിയാസ് ഉണ്ട്. മിൻറ്റ്, ലാച്ച, എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഈ കപ്പ ഉപ്പേരിയൊക്കെ പോലെ നല്ല തിന്നായിട്ട് സ്ലൈസ് ചെയ്തേക്കുന്ന ടൈപ്പാണ്. പിന്നെ ഇവിടെ കച്ചൂരി ഉണ്ട്. കണ്ടോ, അത് ബോൾസാണ്. ആ ബോൾസിനകത്ത് എന്തെങ്കിലും ഒരു ഫില്ലിങ്സ് കാണും. പിന്നെ നമ്മുടെ ലേസ് പോലത്തെ കുറേ ചിപ്സ് ഉണ്ട്. ഇത് മുറുക്കാണോ? ഇത് മുറുക്ക് പോലെ ഇരിക്കുന്നു. ചാക്കോലി എന്നാണ് അതിനെ അവർ പറയുന്നത്. പിന്നെ ഇത് കണ്ടോ, നമ്മുടെ അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഷിവ്ഡ എന്നാണ് ഇവിടെ പറയുന്നത്. വലിയ കാലറി ഒന്നും ഇല്ലാത്ത സേഫ് സ്നാക്കിംഗ് ഐറ്റംസാണ് ഇതൊക്കെ. പിന്നെ ചീസ് ബോൾസ് ഉണ്ട്. പിന്നെ ചട്പട്ടി മസാല, നമ്മുടെ കുർക്കുറെ പോലത്തെ ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വേറെ ബോക്സിൽ സ്വീറ്റ്സ് ഒക്കെ ഉണ്ട്. ലഡു, ആലു ലഡു, ബേസൻ ലഡു, പിന്നെ മോട്ടിച്ചോർ ലഡു, ചന ഡ്രൈ ഫ്രൂട്ട് ലഡു ഉണ്ട്. പിന്നെ താഴെ ബോക്സിലൊക്കെ ആയിട്ട് ഗുലാബ് ജാമുനും രസഗുല്ലയും ഒക്കെ ഉണ്ട്. കുറച്ച് അതിന് കൂടുതൽ നേരം, അതായത് അതിൻ്റെ എക്സ്പയറി ഒക്കെ വളരെ കുറച്ച് നേരം കാണും. അപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് നമ്മുടെ ഫുഡ് കഴിക്കാനുള്ള ഏരിയ ഫസ്റ്റ് ഫ്ലോറിലാണ്. നമ്മളങ്ങോട്ട് ചെല്ലുകയാണ്. ഇതാണ് ഫുഡ് കഴിക്കുന്ന ഏരിയ. പിന്നെ ഇങ്ങനെ ഇവിടാണ് അതിൻ്റെ സെർവ് ചെയ്യുന്ന സ്ഥലം. സോ ഇതാണ് അതിൻ്റെ മെനു ഏരിയ. ഇവിടെ ദോശയ്ക്കൊക്കെ ഏകദേശം 200 രൂപയോളമാണ് വരുന്നത്. ദോശയ്ക്ക് 200 രൂപ, ഊത്തപ്പത്തിനൊക്കെ 250 രൂപ, മസാല ദോശയ്ക്ക് 300 രൂപ. ഗൈസ്, നാട്ടിൽ നിൽക്കുന്നവർ മാക്സിമം അവിടെ എൻജോയ് ചെയ്യുക. ഇവിടെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ്. ഇവിടെ നമ്മൾ ബില്ല് പേ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നമ്മുടെ ഓർഡർ ഇവിടെ കൊടുത്തിട്ട് ഇവിടെ നിന്ന് വന്ന് സാധനം എടുക്കുക ചെയ്യേണ്ടത്. പിന്നെ സെർവ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. കിച്ചണൊക്കെ വളരെ ഓപ്പണാണ്. ഇവിടെ രാജ് കച്ചോരി പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മുടേതാണ്. ഇതാണ് രാജ് കച്ചോരി. രാജ് കച്ചോരി എന്ന് പറയുന്ന വലിയൊരു പാനിപ്പൂരിയുടെ ഒരു ബോളിനകത്ത് കുറേ സാധനങ്ങൾ ഫില്ല് ചെയ്യും. അതായത് പയറ്, പൊട്ടാറ്റോ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്യും. പിന്നെ പൊമഗ്രാനറ്റ് ഉണ്ട്. പിന്നെ ഈ ആലു ഭുജിയ പോലത്തെ സാധനമുണ്ട്. പിന്നെ നമ്മുടെ മിക്സറിനകത്ത് കാണുന്ന പോലത്തെ ഇങ്ങനെ സാധനങ്ങളുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തൈര്, മിൻറ്റിൻ്റെ ചട്നി, പിന്നെ ടാമറിൻ ചട്നിയൊക്കെ ഓക്കെ. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്താലോ? കുറേ നേരമായിട്ട് വിശക്കുകയാണ്. ആദ്യം കുറച്ച് തൈര് കൂട്ടി സ്റ്റാർട്ട് ചെയ്യാം. യമ്മി. ഓക്കെ, നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നിരിക്കുകയാണ്. നല്ല ക്രിസ്പി ആൻഡ് നല്ല ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇത് സ്പ്രിംഗ് അനിയനാണെന്ന് തോന്നുന്നു മേളിൽ. അപ്പം അമ്മ അത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഒനിയൻ, ക്യാരറ്റ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. എങ്ങനെയുണ്ട് അമ്മേ? എന്താണ് അതിൻ്റെ ടേസ്റ്റ്? അതായത് നമ്മുടെ നാട്ടിലെ ഫ്രൈഡ് റൈസും ഈ ഫ്രൈഡ് റൈസും തമ്മിലുള്ള വ്യത്യാസം? നല്ല സ്പൈസിയാണ്. ഇവിടെ കുറച്ചുകൂടെ കൂടുതൽ സ്പൈസിയാണ്, കുറച്ചുകൂടെ ക്രിസ്പി ആണെന്ന് തോന്നുന്നു അല്ലേ? ടേസ്റ്റിയാണ്. ഇത് ടേസ്റ്റിയാണ്. ഫ്രൈഡ് റൈസ് ഇത് ടേസ്റ്റിയാണ്. നമ്മുടെ നാട്ടിലെ ബിരിയാണിയാണ് നല്ലത്, പക്ഷെ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ ഇത് ടേസ്റ്റിയാണ്. ഇത് രാജ് കച്ചോരി ട്രൈ ചെയ്യാതാലോ? അതായത് ഇങ്ങനെ കട്ട് ചെയ്യാം. നഖത്തോട്ട് ഹോളാണ്, കണ്ടോ? ഇതിനകത്താണ് അത് ഫില്ല് ചെയ്തേക്കുന്നത്. ഇത് എന്നിട്ട്
ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ എടുത്ത് നല്ലതായിട്ട് ഫില്ല് ചെയ്യണം. മനസ്സിലായോ? ഇത് കണ്ടോ ഇതിൻ്റെ ആഘോഷം. എന്നിട്ട് അത് നന്നായിട്ട് എടുത്ത് കഴിക്കാം. യമ്മി, നല്ല ടേസ്റ്റുണ്ട്. പ്രത്യേകിച്ച് സമ്മർ ടൈമിൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിന് എത്ര രൂപയാണ്? ഏകദേശം 200ഓളം റുപ്പീസ് വരും ഇതിന് കേട്ടോ. പിന്നെ 162, അതായത് ഏകദേശം എന്നാലും അത്രയും വരും. ഇതിവിടെ നോർത്ത് ഇന്ത്യൻ സ്പെഷ്യൽ മീലാണ്. നമ്മൾ തേർഡായിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത് കോംബോ ആണ്. ഇത് മിക്സ്ഡ് വെജ് കോംബോ ആണ്. അതിൻ്റെ കൂടെ ഒരു ദാൽ കറി തന്നിട്ടുണ്ട്, ഒരു ബട്ടർ നാൻ, പിന്നെ 2 തന്തൂരി റൊട്ടി. നമുക്ക് എക്സ്ട്രാ റൊട്ടി വേണേൽ ഓർഡർ ചെയ്യാം. പിന്നെ കുറച്ച് ഉള്ളി, അത്രേ ഉള്ളൂ അല്ലേ മത്തായി? അപ്പോൾ മത്തായി ആയിരിക്കും അത് ടേസ്റ്റ് ചെയ്യുന്നത്. നല്ല ബട്ടറിൽ അതോ ഗീയിലാണോ എന്നറിയില്ല, പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. മത്തായി മിക്സ്ഡ് വെജാണ് ചൂസ് ചെയ്തേക്കുന്നത്. അത് അമ്മയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് ഗൈസ്. സോ അമ്മ പറയും എങ്ങനെയുണ്ട് അതിൻ്റെ ടേസ്റ്റ്. നല്ല ക്രിപ്സിയാണ്, സോഫ്റ്റാണ്. കറി നല്ല ടേസ്റ്റായിരുന്നു. ഇനി മത്തായി പറ, 5ൽ എത്ര റേറ്റിംഗ് കൊടുക്കും? 4.5. യമ്മി. അതെ. സോ ഫ്രണ്ട്സ്, ഞാൻ ഏകദേശം 3ഉം ടേസ്റ്റ് ചെയ്തു. അതായത് ഇതാണ് ഫ്രൈഡ് റൈസ്. ഭയങ്കര ഒരു എൻറിച്ചിങ് ഫ്ലേവറാണ്. ഭയങ്കര ക്രിസ്പിയാണ്, സ്പൈസിയാണ്. ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് ഒരു ക്രഞ്ചിനെസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല കുറച്ച് പുളിയുണ്ട്. നല്ലൊരു കോമ്പിനേഷനാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ ഒന്നും അവർ തന്നിട്ടില്ല, കുറച്ച് ഉള്ളി അല്ലാതെ. പക്ഷേ കുഴപ്പമില്ല, ഇത് ഒറ്റയ്ക്കാണെങ്കിലും ഇറ്റ്സ് മാനേജബിൾ. പിന്നെ രണ്ടാമത് നമ്മൾ വാങ്ങിച്ച കോംബോ, ഇറ്റ് വാസ് വെരി സോഫ്റ്റ് ആൻഡ് ഓൾസോ ടേസ്റ്റി. നല്ല ക്രീമി ആയിട്ടുള്ള കറിയായിരുന്നു. ഇറ്റ് വാസ് അമേസിങ് കോമ്പിനേഷൻ. പിന്നെ ഉള്ളത് രാജ് കച്ചോരി ഞങ്ങൾ ലാസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. ബിക്കോസ് ബാക്കി എല്ലാത്തിനും കുറച്ച് ചൂട് ഉള്ളതാണ്, ഇതിന് ചൂട് കുഴപ്പമില്ല. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല രസമുണ്ട്. നല്ല ഒരു മിക്സ് ഓഫ് ഫ്ലേവേഴ്സാണ്. സ്വീറ്റ്, സോർ എല്ലാം ഉള്ള, ക്രഞ്ചിനെസ് ഉള്ള നല്ലൊരു അമേസിങ് ഫ്ലേവർ. സോ ദിസ് വിൽ ബി എല്ലാം നല്ല ആയിരിക്കുന്നു. റേറ്റിംഗ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല, ബിക്കോസ് എല്ലാം ഏകദേശം ഒരു 4/5 വരും എല്ലാത്തിനും. ഒന്നും വേണ്ട. സോ ഫ്രണ്ട്സ്, രാജ് കച്ചോരി വലിയൊരു പാനിപ്പൂരിക്കകത്ത് ഇത്രയും സാധനങ്ങളുണ്ട് കേട്ടോ. അതായത് കുറച്ച് ഒരു തിൻ ലെയറിൽ വരുന്ന എന്തോ ഒരു സാധനം, പിന്നെ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ കുറച്ച് പയറുകൾ വെച്ചിട്ടുണ്ട്, പിന്നെ അതിനകത്ത് നിറയെ ചട്നികളും, പിന്നെ ഒരു മലായി കോഫ്ത എന്ന് പറയുന്ന സാധനമുണ്ട്. ഇങ്ങനെ ഈ മാവ് കൊണ്ടുണ്ടാക്കുന്ന ഏതാണ്ട് ഒരു സാധനം, അതും വെച്ച് ഫില്ല് ചെയ്താണ് ഇത് വെച്ചേക്കുന്നത് കണ്ടോ. എന്നിട്ട് പൊമിഗ്രാനറ്റ് ഉണ്ട്. അതെല്ലാം കൂടെ എങ്ങനെ കഴിക്കണമെന്ന് വെച്ചാൽ ഈ സൈഡിൽ വെച്ചേക്കുന്ന ഇതൊക്കെ വെച്ച് നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കുറച്ച് ഇതിൻ്റെ സാധനം കൂടെ മിക്സ് ചെയ്ത് ഓക്കെ വന്നു. ഈ കൊച്ചിട്ട് കുറച്ചകത്ത് കണ്ടോ.